ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കൃഷ്ണൻ്റെ യശോദമ്മയുടെയും ഒരു വാത്സല്യത്തിൻ്റെ കഥ കേൾക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരിക്കൽ യശോദമ്മ കൃഷ്ണന് ഒരു പാത്രം നിറയെ വെണ്ണ കൊടുത്ത് മടിയിലിരുത്തി വാത്സല്യത്തോടെ ലാളിക്കുകയായിരുന്നു. അപ്പോഴാണ് വീടിൻ്റെ ജനാലയ്ക്കൽ ഒരു ചെറിയ പക്ഷി വന്ന് പറന്നു വന്നിരിക്കുന്നത് കൃഷ്ണൻ കണ്ടത്. പക്ഷിയുടെ മധുരമായ ശബ്ദം കേട്ട് മടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് പക്ഷീനെ പിടിക്കാൻ പുറകെ ഓടി. അബദ്ധത്തിൽ വീടിൻ്റെ കോണിലിരുന്ന ഒരു വലിയൊരു പാൽക്കുടം കൃഷ്ണൻ തട്ടിമറിച്ചു. അകത്തുണ്ടായിരുന്ന പാൽ മുഴുവൻ തറയിലാകെ ഒഴുകി അങ്ങോട്ട് പരന്നു. ശബ്ദം കേട്ടിട്ട് യശോദമ്മ ഓടി വന്ന് നോക്കിയ സമയത്ത് തറയിലാകെ പാൽ കിടക്കുന്നതും കുസൃതി ചിരിയോടെ നിൽക്കുന്ന നമ്മുടെ കൃഷ്ണനെയുമാണ്. കോപം കൊണ്ട് യശോദ ഒരു വടിയെടുത്തിട്ട് വരുന്നത് കാണില്ല കൃഷ്ണൻ പേടിച്ച് ഓടാൻ തുടങ്ങി. ഓടുന്നതിനിടയിൽ കൃഷ്ണൻ്റെ കാലിലെ ചെലങ്കട ഒച്ചയും കൂടാതെ തന്നെ കണ്ണിലെ പേടിയും കണ്ടിട്ട് യശോദയുടെ കയ്യിലിരുന്ന വടി താഴെ വീണുപോയി. യശോദ ഓടിച്ചെന്നിട്ട് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് കൃഷ്ണൻ ചോദിച്ചു, എന്തിനാണ് അമ്മ എന്നെ കെട്ടിപ്പിടിക്കുന്നത്? ഞാൻ വീണ്ടും പാൽക്കുടം ഉടച്ചില്ലേ? അപ്പോൾ യശോദ കണ്ണ് നിറഞ്ഞ് കൃഷ്ണൻ്റെ മുഖത്ത് വാരിപ്പുണർന്ന് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കണ്ണ, നീ കുടം ഉടച്ചാൽ എനിക്ക് പാൽ നഷ്ടപ്പെടും. പക്ഷേ നീ എൻ്റെ അരികിലില്ലെങ്കിൽ എനിക്ക് ഈ ലോകം തന്നെ നഷ്ടപ്പെടും. പാലും വെണ്ണയും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ നിൻ്റെ ഒരു ചിരിക്ക് പകരം വയ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല കൃഷ്ണ. യശോദയ്ക്ക് കൃഷ്ണൻ്റെ കുസൃതികളേക്കാൾ വലുതായിരുന്നു അവൻ്റെ സ്നേഹം. ഇന്നത്തെ കാലത്തും മക്കളെ സ്നേഹിക്കുന്ന ഒട്ടേറെ അമ്മമാരുണ്ട്. എല്ലാവരും ഒരേപോലെയല്ല. ചിലർക്കൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് തിരക്കുകളുണ്ടാകാം. എങ്കിലും സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനേക്കാൾ ഉപരി മക്കളെ ചേർത്ത് പിടിക്കുന്നതിലാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത്. കാലം എത്ര മാറിയാലും അമ്മയുടെ സ്നേഹവും മക്കളുടെ കരുതലും ആണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അമ്മമാർ മക്കളെ കൂടുതൽ സ്നേഹിക്കട്ടെ. അതേപോലെ തന്നെ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് മക്കളും അമ്മമാരെ ചേർത്ത് പിടിക്കട്ടെ. ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ. അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു കഥയുമായി വീണ്ടും നമുക്ക് കാണാം കൂട്ടുകാരെ. ഓക്കെ, ബൈ ബൈ. കഥ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുമല്ലോ.